യെശയ്യാവിന്റെ പുസ്തകം 9-ാമത് അധികാരം 6-ാമത് വചനം. நமக்கு ஒரு பாலகன் பிறந்தார், நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, സമാധാന പ്രഭു എന്നപ്പെടും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാൽ ഇന്ന് രാത്രികാലം നമ്മൾ തന്നെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രികാലം നാം അനുഭവിച്ചു ദൈവത്തെ ആരാധിക്കുവാൻ ഓരോ ജയമെടുക്കുന്നു. അവൻ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ഇന്ന് കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്റെ ദൈവം അത്ഭുത മന്ത്രിയായി, ആമേൻ സ്തോത്രം, അതിശയത്തെ ചെയ്യുന്ന ദൈവമായി ഇന്ന് രാത്രി ഈ സ്റ്റേജിലുള്ളതിനായി, ഹല്ലേലൂയ, ഈ മൈതാനത്തുള്ളതിനായി, ആമേൻ കടന്നു വന്ന ജനത്തിന്റെ മധ്യത്ത്, ദൂരത്തും ചാരത്തും ഇരുന്ന് കേൾക്കുന്ന ആമേൻ സ്തോത്രം ദൈവജനത്തിന്റെ മധ്യത്ത് എന്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവ കൃപകൾക്കായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കും മക്കളുടെ ജീവിതത്തിൽ മാറുണ്ടെന്നാലും, ദൈവത്തെ സ്നേഹിക്കും മക്കളുടെ ജീവിതത്തിൽ മാറായുണ്ടെന്നാലും, മാറായെ മാധുര്യമാക്കിയവൻ കൂടെയുള്ളതിനാൽ സന്തോഷിക്കാം. മാറായെ മാധുര്യമാക്കിയവൻ കൂടെയുള്ളതിനാൽ സന്തോഷിക്കാം. ഭയപ്പെടേണ്ട, ഞാനരികിലുണ്ട് എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാനരികിലുണ്ട് എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. എന്നുര ചെയ്തവൻ കൂടെയുണ്ട്. മനം തകരുന്ന വേളകളിൽ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ ദേശത്ത് ആമേൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ അങ്ങ് ചെയ്ത വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. നിന്നതല്ല നിർത്തിയ കൃപകൾക്കായി, ആമേൻ സ്തോത്രം, വന്നതല്ല കൊണ്ടുവന്ന കൃപകൾക്കായി, അങ്ങയുടെ ദയക്കായി, കരുണയ്ക്കായി, കൃപകൾക്കായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഈ ജനത്തിന് ആവശ്യമായത്, ഈ ദേശത്തിന് ആവശ്യമായത്, നിന്റെ മക്കളുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് ആവശ്യമായത് അവൻ ഉയരത്തില് ദൈവം പകരുകയാൽ എന്റെ ദൈവത്തെ നദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ക്രൂശിന്റെ മറവിലേടെ നിർത്തിക്കൊള്ളണം ഇരുട്ടിന്റെ ശക്തികളെ കർത്താവ് ഭക്ഷിച്ചമർത്തുകയാൽ നദിയോടെ സ്തോത്രം. അതിശയം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, നല്ല ശബ്ദത്തോടെ, ചിരിച്ച മുഖത്തോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വായിച്ച ഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. நமக்கு ஒரு பாலகன் பிறந்தார், நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, സമാധാന പ്രഭു എന്നപ്പെടും. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. നാം കേട്ട ഭാഗം കർത്താവിന് സ്തോത്രം. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന യേശു കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. മറിയയുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവായി, പരിശുദ്ധാത്മാവിനാൽ ഉരുവായി, ആമേൻ സ്തോത്രം, ഈ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി, ആമേൻ ശാപത്തിനു വേണ്ടി, അകൃത്യത്തിനു വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഈ ലോകത്തിൽ മനുഷ്യപുത്രനായി അവതരിച്ച ആ യേശുവിനെ കുറിച്ച്
മന്ത്രിമാരുണ്ട്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഫിനാൻസിന് ഒരു മിനിസ്റ്റർ ഉണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആരോഗ്യത്തിന് ഒരു മന്ത്രിയുണ്ട്, വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രിയുണ്ട്. പക്ഷേ അത്ഭുത മന്ത്രി ഈ ഇന്ത്യയിലുമില്ല, ഈ ലോകത്തുമില്ല. இந்த தமிழ்நாட்டிலையும் கிடையாது, கேரளாவிலையும் கிடையாது. ஹல்லேலூயா, ஆமென். அற்புத மந்திரி ஒருவர் மட்டுமே, அது ஆண்டவராகிய இயேசு கிறிஸ்து மட்டும். அற்புதமான மந்திரி, அதிசயத்தை செய்கிறவர். ஆமென். இந்த ராத்திரியிலே கர்த்தர் உனக்காகவே அதிசயத்தை செய்வார். എന്റെ യേശു ഇന്ന് രാത്രി അതിശയത്തെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ദുഃഖത്തോടെ ആണ്ടവരെ എൻ வாழ்க்கையில ഇനി என்ன ആമേൻ തുടർന്നുള്ള ദിവസങ്ങളിലെ എൻ வாழ்க்கையில ഇനി எப்படி ആണ്ടവരെ എന്ന് കേട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഈ 2026 ഈ ജനുവരി മാസം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിൽ എന്റെ യേശു അതിശയമാനവൻ. வேறும் அதிசயம் செய்யல, உன் வாழ்க்கைய மொத்தமாய் என்ற கர்த்தாவு தன்னை ஏற்றெடுத்திருக்கையா. ஹல்லேலூயா. உன் ஆவி, ആത്മ, ശരീരത്തെ മുഴുവനായി കർത്താവ് ഏറ്റെടുത്തിട്ട് പറയാ, ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ അതിശയത്തെ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം തന്നെ അതിശയമാണ്. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളെ വാഴുക. ഹല്ലേലൂയ. വായിക്കാം ലൂക്ക 1:28. യേശുവിന്റെ നാമത്തിൽ. അവൾ ഇരുന്ന വീട്ടിൽ ദേവദൂതൻ പ്രവേശിച്ച്, கிருபை பெற்றவளே வாழ்க, கர்த்தர் உன்னுடனே இருக்கிறார், ஸ்திரீகளுக்குள்ளே நீ ஆசீர்வதிக்கப்பட்டவள் என்றார். ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ശക്തിയോടെ. கிருபை பெற்றவளே வாழ்க, സ്ത്രീകൾക്കുള്ളേ. ഹല്ലേലൂയ. സ്ത്രീകൾക്കുള്ളേ നീ ആശീർവദിക്കപ്പെട്ടവൾ. വിഷയോ യേശു കർത്താവ് നിന്റെ ഉദരത്തിൽ ജനിച്ചു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വന്തം മറിയയെ നോക്കി, മരിയാളെ പാർത്ത് ഗബ്രിയേൽ ദൂതൻ പറയാ, കൃപை പെറ്റവളെ വാഴുക. ഇനി നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഈ ലോകത്തിലെ എല്ലാ സഹോദരിമാരും നിന്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. അന്നേരം ചിന്തിക്കായോ, സഹോദരിമാരെ കുറിച്ച് മാത്രമാണോ? ഇല്ല ദൈവമൈതലേ, സഭ മണവാട്ടിയ, അതിനകത്ത് സഹോദരന്മാർ ഉൾപ്പെടെയാ. യേശു ജനിച്ചു, അകത്ത് ജനിച്ചുവെങ്കിൽ, യേശു കുഞ്ഞകത്ത് രൂപം കൊണ്ടെങ്കിൽ, അവൻ ഈ കൃപ നിറഞ്ഞ സഹോദരനാ, കൃപ നിറഞ്ഞ സഹോദരിയാ, കൃപ നിറഞ്ഞ അപ്പനാ, കൃപ നിറഞ്ഞ അമ്മയാ, കൃപ നിറഞ്ഞ കുഞ്ഞുങ്ങളാ. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വന്തം ഈ കല്ലിലെ വന്ദനം കേട്ടപ്പോ, അവൻ ദൂതന്റെ ശബ്ദം കേട്ടപ്പോ മറിയയുടെ ഹൃദയത്തിന് അകത്തളത്തിൽ ഒരു വെപ്രാളവാ, അവൻ സ്വത്രം ഒരു പരവേശവാ. അന്നേരം കർത്താവ് സ്വത്രം ദൂതൻ പറയാ, ഭയപ്പെടണ്ട. അതിശയം നടക്കുമ്പോ ഒരു ഭയം അകത്ത് കയറും. ഹല്ലേലൂയ. ഏതാവത് അതിശയം നടന്ന നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത്, ചിന്തിക്കാത്ത സമയത്ത്, പെട്ടെന്നൊരു അതിശയമായ വിഷയം കേൾക്കുമ്പോ ചിലര് ഭയങ്കരമാ കരയും, ചിലര് ഭയങ്കരമാ ചിരിക്കും, ചിലര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ചിലര് പെട്ടെന്ന് വെള്ളം കുടിക്കും. ഹല്ലേലൂയ. ചിലർക്കങ്ങ് ബോധം പോകും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് അതിശയം സംഭവിക്കുക. പക്ഷെ ഒപ്പം തന്നെ എന്തെങ്കിലും വേദനാജനകമായ അനുഭവങ്ങൾ, ദുഃഖം നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവൻ ഇതേ അനുഭവം തന്നെ അവൻ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അതിശയമാനവർ മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോ മറിയയ്ക്ക് അങ്ങ് വെപ്രാളാ. ഹല്ലേലൂയ. അന്നേരം ദൂതൻ പറയാ, മരിയാളെ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. മറിയയെ നീ ഭയപ്പെടണ്ട. നിന്റെ അകത്ത് ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാ. അതിശയമായ ദൈവം, അതിശയത്തെ പ്രവർത്തിക്കുന്ന ദൈവം, ആമേൻ. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് വരുന്നത് ആത്മാവിന്റെ ശക്തിയിലാ, പരിശുദ്ധാത്മാവിന്റെ നിറവില. ഹല്ലേലൂയ. അവൻ ഇവിടെ കർത്താവിന് സ്വത്രം ദൂതൻ മറിയയോട് പറയാ, ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഹല്ലേലൂയ ഈ കൺവെൻഷന്റെ 1ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. 1ാമത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ ദൈവം കർത്താവിന് സ്വത്രം സൃഷ്ടിപ്പിന്റെ
ഹല്ലേലൂയ. പിതാവായ ദൈവം തന്റെ അതിശയത്താൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഒന്നാമധ്യായം 1-ാം വാക്യം തമ്മിൽ വായിക്കാം. ആദിയാഗമം. ആദിയിലെ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിத்தார். பூமியானது ஒழுங்கின்மையும் வெறுமையுமாய் இருந்தது. ஆழத்தின் மேல் இருள் இருந்தது. தேவ ஆவியானவர் ஜலத்தின் மேல் அசைவாடி கொண்டிருந்தார். ഹല്ലേലൂയ. ആമേൻ. ആദിയിലെ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിத்தார். ഭൂമിയാണത് ഒഴുങ്ങിന്മയും വെറുമയുമായിരുന്നത്. ആഴത്തിൻ മീതെ ഇരുളിരുന്നത്. ദേവ ആവിയാനവർ അവൻ വെള്ളത്തിൻ മീതെ അസൈവാടിക്കൊണ്ടേയിരുന്നാർ. ഹല്ലേലൂയ. 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 അവൻ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇരുട്ട് വിഷയമല്ല. ഒരുക്കമുള്ള ഒരു ഹൃദയമുണ്ടോ അതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പോവുക. ഇന്ന് രാത്രി ഒരുക്കമുള്ള ദൈവ പൈതലേ, സമർപ്പണമുള്ള ദൈവ പൈതലേ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതലേ, കർത്താവ് നിന്റെ അകത്തളത്തിൽ പ്രവർത്തിക്കാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ഭാഗം വായിക്കുമ്പോൾ അതുകൂടെ വായിക്കാം. தேவன் வெளிச்சம் உண்டாக கடவது என்றார். வெளிச்சம் உண்டாயிற்று. வெளிச்சம் நல்லது என்று தேவன் கண்டார். வெளிச்சத்தையும் இருளையும் தேவன் வெவ்வேறாக பிரித்தார். தேவன் வெளிச்சத்திற்கு பகல் என்று பெயரிட்டார். ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് നാള് പിതാവാകിയ ദേവൻ ഉണ്ടാക്കുന്നത് വെളിച്ചം. ഹല്ലേലൂയ. ഒന്നാമത്തെ ദിവസം അതിശയത്തെ പ്രവർത്തിക്കുവാൻ, ഇരുട്ടിനകത്ത് പ്രവർത്തിയ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, നിന്റെ ജീവിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ, ഹല്ലേലൂയ, നിന്ദയും പരിഹാസവും കട്ടവും ദുഃഖവും ദാരിദ്ര്യവും വേദനയും കടൻഭാരവും രോഗവും അനുഭവിച്ച് മടുത്തോ ഇരുട്ടിന്റെ ഉള്ളറയിൽ അവൻ പലപ്പോഴും ചിന്തിക്കും, മരണം പോതു ആണ്ടവരെ, എതുക്ക് വാഴണോ, എതുക്ക് എന്താ വാഴ്ക്ക, എതുക്ക് ഞാൻ ജീവിക്കണോ, എതുക്ക് ഉയിരോടെ ഇരിക്കണോ എന്ന് കേൾക്കുമ്പോ എന്റെ കർത്താവ് ആ ഇരുട്ട് നിറഞ്ഞ അനുഭവത്തിൽ പറയാ, വെളിച്ചം ഉണ്ടാകണത്. ഹല്ലേലൂയ. ഉൻ வாழ்க்கையிலே அந்த இருட்டு நிறைஞ்ச அந்த வாழ்க்கையிலே வெளிச்சம் உண்டாக கடவுது. அந்த இருள் உன்னை விட்டு மாறணும். உன்னை விட்டு அந்த இருட்டின் கிரியைகள் மாறணும். இருட்டின் பிரவர்த்திகள் உன் வாழ்க்கையை விட்டு அழியணும். ஹல்லேலூயா. ஆண்டவராகிய தேவன் சொன்னார், வெளிச்சம் உண்டாக கடவுது என்றார். ஆனா ஆமென். ஆதியாகமம் 1-வது அதிகாரம் 13வது வசனம் வந்து வாசிப்போம். சாயங்காலமும் விடியற்காலமும் ஆகி 3ஆம் நாள் ஆயிற்று. பின்பு தேவன் பகலுக்கும் இரவுக்கும் வித்தியாசம். 13வது வசனம். சாயங்காலமும் விடியற்காலமும் ஆகி 3ஆம் நாள் ஆயிற்று. பின்பு தேவன் பகலுக்கும் இரவுக்கும் வித்தியாசம் உண்டாகத்தக்கதாக வானம் என்கிற ஆகாய விரைவிலே சுடர்கள் உண்டாக கடவது. அவைகள் அடையாளங்களுக்காகவும் காலங்களையும் നാട്കളെയും വർഷങ്ങളെയും കുറിക്കുന്നവർക്കാகவும் ഇരുട്ട് കടവത് என்றார். മതി. ഒരു സ്വത്രം പറഞ്ഞേ. വചനം വായിച്ചപ്പോ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. ആ മൈക്കിന് ചെറിയൊരു ജലദോഷം, ചെറിയൊരു വീസിംഗ് പ്രോബ്ലം, അവളവതാണ്. ഹല്ലേലൂയ. இந்த இடத்துல மொத்தம் നിറഞ്ഞതാ ഇരിക്കുന്നത്. ആ ശബ്ദം ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുക. ഈ ഗ്രൗണ്ട് മൊത്തം, ഈ ഭൂമി മൊത്തം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം മൊത്തം, നിങ്ങൾ വിട്ടേച്ചു വന്ന ഭവനം മൊത്തം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ഭവനത്തിനകത്ത് ഈ ശബ്ദം മുഴങ്ങുക. കരങ്ങളെ ശക്തിയോടെ അടിച്ച് എല്ലാ ദൈവമക്കളും ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ ആരാധിച്ചോട്ട് ചുടമനഗതനഗരഗതന ഹത്തരാധികരഗടക ഹത്തനാധിപനവര ബൗഡവരഗതന യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. 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 നമുക്ക് തുടർമാന நம்ம காய்ச்சல் இருந்தா பாராசிட்டமால் அல்லனா டோலோ சாப்பிடலாம். ஹல்லேலூயா. ஆமென் சோத்ரம். ஹல்லேலூயா. டாக்டர் குரு ஆமென் சோத்ரம் குருப்பில் சொல்லுவாங்க. ആമൻ സൂത്രം 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച. ആമൻ സൂത്രം 1 ദിവസം 2 നേരം 3 നേരം ഒക്കെ சாப்பிட்டோ. ஹல்லேலூயா. ஆமன் சோத்ரம் அது தொடர்மானமா கிடைக்கும். ஆனா இந்த மாத்திரை இன்னைக்கு நாளைக்கு மற்ற நாளைக்கு மட்டும்தான். இந்த மாத்திரையோ, இந்த சிறப்போ, இந்த ஆமன் சோத்ரம் இன்ஜெக்ஷனோ, இந்த ட்ரிப்போ இந்த 3 நாளைக்கு
நாளைக்கு மட்டும்தான். பாக்கி எல்லா ராத்திரியும் உங்களுக்கு எல்லா நாளும் கிடைக்கும். இந்த 3 நாளைக்கு ஆവശ്யமானவங்க ட்ரிப் போடவங்க வேண்டவங்க ட்ரிப் போடணும். ஹalleluya. மாத்திரை எடுக்க வேண்டியவங்க மாத்திரை எடுக்கணும். இன்ஜெக்ஷன் எடுக்க வேண்டியவங்க இன்ஜெக்ஷன் எடுக்கணும். கர்த்தருக்காக ஒப்பு கொடுக்கணும். ஆவியானவர் யாரு ஒப்பு கொடுத்து ஜெபிப்பாங்களோ அவங்களுக்கு கிட்ட ஆவியானவர் வந்து ட்ரிப் போடவங்களுக்கு வேண்டவங்களுக்கு ட்ரிப் போடுவாங்க. கர்த்தரிடத்தை ஏൽപ്പിച്ചു கொடுத்தா மட்டுமே. ഹല്ലേലൂയ. നഴ്സ് ട്രിപ്പ് വയ്ക്കാൻ വന്നാൽ നമ്മൾ കൈ ഉതറി മാറ്റിയാ ഈ ഇഞ്ചക്ഷൻ എവിടെയെങ്കിലും കൊള്ളും. ഹല്ലേലൂയ. അന്നേരം അവൻ നഴ്സ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവൻ അടുത്തൊരു നഴ്സിനെയും കൂടെ പിടിച്ച് കയ്യെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് അങ്ങ് ആമൻ ട്രിപ്പ് വയ്ക്കും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യും. ദൂതൻ ദൂതന്മാർ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്വത്രം. ഹല്ലേലൂയ. ദൂതന്മാർ ഈ മൈതാനത്ത് ചുറ്റി നിൽക്കുന്നതിനായി, ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ നിലനിൽക്കുന്നതിനായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വത്രം. ആമേൻ. ഹല്ലേലൂയ. ആദിയാഗമം 1-ാം അധികാരം 13-14 വചനം വാസിക്കുമ്പോൾ ആമേൻ സ്വത്രം. വലിപ്പമേറിയ വെളിച്ചവും വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആമേൻ സ്വത്രം എന്ന് വെച്ചാൽ സുടറൊളി. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എന്റെ കർത്താവ് തുടർന്നുണ്ടാക്കിയ, പക്ഷേ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം കർത്താവിന്റെ ബാക്കിയുള്ള പ്രവൃത്തി തിരിച്ചറിയാൻ എന്റെ കർത്താവ് ഉണ്ടാക്കിയത് വെളിച്ചമാണ്. ഇന്ന് രാത്രി ജീവിതം തകർന്നിരിക്കുന്ന സഹോദര, നിന്റെ ഹൃദയത്തിനകത്ത് വെളിച്ചം വീശട്ടെ. ജീവിത സാഹചര്യം, ഓ സ്വത്രം, ഞാൻ എങ്ങോട്ട് പോകും, എന്തു ചെയ്യും, നാളത്തെ അനുഭവം എന്തെന്ന് ഈ മൈക്രോഫോണിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ആ വെളിച്ചം ഇന്ന് രാത്രി അവന്റെ ജീവിതത്തിന്റെ ബല വീശാൻ പോവയാ. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വത്രം. പിതാവായ ദൈവം സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ആമേൻ സ്വത്രം. ഹല്ലേലൂയ. 1-ാമത്തെ ദിവസം വെളിച്ചം ഉണ്ടാകക്കടവതി എന്നാൽ വെളിച്ചം ഉണ്ടായിട്ട് ആമേൻ സ്വത്രം എന്റെ കർത്താവ് അടുത്ത് ചെയ്തു. വെളിച്ചത്തെ ഇരുളിനെ തമ്മിൽ വേർതിരിച്ചു. എന്നാൽ 13-14 വചനം വായിക്കുമ്പോ വെളിച്ചങ്ങളെ ഉണ്ടാക്കാൻ ആമേൻ സ്വത്രം ആകാശ മണ്ഡലത്തിൽ ആമേൻ വലിപ്പം കൂടിയതും കുറഞ്ഞതുമായ ഗോളങ്ങളെ അതിനകത്ത് സ്ഥാപിച്ചു. യഹോവയായ ദൈവം നക്ഷത്രങ്ങളെയും അതിനകത്ത് സ്ഥാപിച്ചു. ഹല്ലേലൂയ. എന്നാൽ ലൂക്കയുടെ സുവിശേഷം വായിക്കുമ്പോ ആട്ടിടയന്മാർ, ദൂതന്മാർ യേശു ജനിച്ചപ്പോ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. പിതാവാകിയ ദേവൻ അവൻ മുമ്പേ ഉണ്ടാക്കി, പക്ഷെ പിന്നത്തേത് അവൻ ആ നക്ഷത്രമായി, ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമായി യേശുവിന്റെ ജനനത്തിങ്കൽ അവൻ ദൂതന്മാർക്ക് വഴികാട്ടിയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു വഴികാട്ടിയായി, നിന്റെ ജീവിതത്തിനൊരു വഴികാട്ടിയായി. ഒരു വേള ആത്മീക ജീവിതത്തിൽ നിന്ന് തകർന്നു പോയി, ആത്മീക ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോയി, ആത്മീക ജീവിതത്തിൽ നിന്ന് ഉടഞ്ഞുപോയി. ഹല്ലേലൂയ. ഈ യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, രക്ഷയുടെ അനുഭവത്തിൽ വന്നു, പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് ഉടഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഹല്ലേലൂയ, നിനക്കൊരു വഴികാട്ടിയായി ഉദയ നക്ഷത്രമായ യേശു കർത്താവ് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ പോവുകയാ. ദൈവ പൈതൽ, നിനക്കൊരു വഴികാട്ടിയായി, നിന്റെ കുടുംബത്തിനൊരു വഴികാട്ടിയായി, നിന്റെ ജീവിതത്തിനൊരു വഴികാട്ടിയായി എന്റെ കർത്താവ് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോവുകയാ. ആമേൻ. സ്വത്രം വിഷയോ ഈ യേശു നിന്റെ നക്ഷത്രമാ, ഒരു ഉദയ നക്ഷത്രമാ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എന്നെ ഇരിക്കും നാളിരിക്കില്ല. ഒരു പിള്ളை பிறக்கும்போது கேட்பாங்க, பிள்ளைக்கு நாள் என்ன? ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ദൈവമക്കൾ ചോദിക്കത്തില്ല, സത്യം അറിയാവുന്നവർ ചോദിക്കത്തില്ല. ആമേൻ. സ്വത്രം. എങ്കിലും ചിലരൊക്കെ ഒളിച്ചും മറച്ചും ഒക്കെ നാളെന്ത് ചെയ്യും? ഹല്ലേലൂയ. പിള്ളേക്ക് നാളെന്നെ. ഹല്ലേലൂയ. ചിലരൊക്കെ എഴുതി കുറിച്ചു വെക്കും, ഞാൻ പിള്ളേക്ക് നാളിന്നത്. ഹല്ലേലൂയ. ആമേൻ. சித்திரே ஆமை சோதி. ஹல்லேலூயா. சிலவங்க சோதி சொல்லுவாங்க, சோதி நட்சத்திரம் என்ன சொன்னா சோதிக்கு என்ன செய்ய மாட்டான், அலக்க மாட்டான். ஒரு சாத்திர கிட்ட പറഞ്ഞാട്ട്, ஆனா கர்த்தாவின் சோத்திரம் சோதி நட்சத்திரம் இருக்கு, ஆனா சோறு சாப்பிடவே முடியாது. ஹல்லேலூயா. நீ சொன்னா சாப்பாடு சாப்பிடவே முடியாது. ஹல்லேலூயா. அந்த நட்சத்திரம் என்னன்னா சோதி
ചോദ്യത. ഹല്ലേലൂയ. അവരുടെ നക്ഷത്രം ചോദിക്കും, കർത്താവ് നക്ഷത്രം. പക്ഷേ യേശു കർത്താവ് ജനിച്ചപ്പോ ഹല്ലേലൂയ ആ ജനന സമയം മുതൽ ഈ ആട്ടിടയന്മാർക്ക് എന്റെ കർത്താവ് ഈ നക്ഷത്രം വഴികാട്ടിയായി. അവർ ചിന്തിച്ചു, യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവാ, ജനിക്കേണ്ടത് കൊട്ടാരത്തിലാ. പക്ഷെ ഇവർ ചെന്നു ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം കൊട്ടാരത്തിലെങ്കിൽ അത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലായിരിക്കാം എന്ന് കർത്താവിന് സ്വത്രം ഇടയന്മാർ ചിന്തിച്ചു. അവർ കൊട്ടാരത്തിൽ ചെന്നു. ഹെരോദാവിന് ഭയം പിടിച്ചു. എന്ന് രാത്രി എന്റെ കർത്താവ് ജനിച്ചെങ്കിൽ അത് എവിടെയെങ്കിലും അല്ല, അത് ഏതെങ്കിലും സ്ഥലത്തിലല്ല, ഏതെങ്കിലും ഹൃദയത്തിലല്ല. എന്റെ കർത്താവ് ആകർഷിച്ച, കർത്താവ് സ്നേഹിക്കുന്ന, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഹൃദയത്തിൽ മാത്രമേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിനായി, ദൈവകൃപകൾക്കായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നെഞ്ചു മുതൽ വയറ് മൊത്തമായി എരിച്ചിലും പുകച്ചിലുമായിരിക്കുന്ന വ്യക്തിത്വമേ പരിശുദ്ധാത്മാവ് നിന്നെ പിടിപ്പിക്കാൻ പോവയാ. എന്റെ രോഗത്തിന്റെ കെട്ടുകളെ, ആ രോഗബന്ധനത്തെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റാൻ പോവയാ. ഇന്ന് രാത്രി ഈ സ്റ്റേജ് വിടുമ്പോ അതിശയമെന്ന ദൈവം അവൻ നാമോ അതിശയമേ അന്ത നാമോ ഉൻ ഉള്ളുക്കുള്ളേ വിടുതലായി വെളിപ്പെടാൻ പോവയാ. ഹല്ലേലൂയ. ഒരു സഹോദരൻ എടുത്തോണ്ട് പറയാ, ഒരു സൈഡ് മൊത്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊരു കിഴപ്പ, ഒരു തരിപ്പ, ഒരു മരവിപ്പ, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധങ്ങൾ വിളിച്ചു പറയാ, നിന്റെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുക. നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അവൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുക. ശക്തിയോടെ ആ രോഗത്തിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റാൻ പോയ, ആ ശാപത്തിന്റെ കെട്ടിന് നിലനിൽക്കാൻ കഴിയാത്ത ആ പ്രതികൂലത്തെ എന്റെ കർത്താവ് അവൻ അഴിച്ചു മാറ്റാൻ പോയ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന് സ്വത്രം. യേശു കർത്താവ് ഉദയ നക്ഷത്രമായി ദൈവ പൈതലെ നമ്മുടെ ഹൃദയത്തിന്റെ മേലെ ഇറങ്ങിയിരിക്കുക. അതാ യോവാൻ സുവിശേഷകൻ പറയുന്നു, 1-ാമത് അധികാരം 1-ാമത് വചനം മുതൽ ഒന്ന് വാസിക്കാം. ആദിയിലെ വാർത്ത ഇരുന്നത്, அந்த வார்த்தை தேவனிடத்தில் இருந்தது, அந்த வார்த்தை தேவனாயிருந்தது, அந்த வார்த்தை தேவனாயிருந்தது, அவர் ஆதியிலே தேவனோடு இருந்தார். ஹல்லேலூயா. இயேசு வார்த்தை மட்டுமே. ஹல்லேலூயா, ஹல்லேலൂயா. അവൻ യേശു കർത്താവ് വചനമാ. ആദിയിൽ, ആദിയിൽ, ഹല്ലേലൂയ, ആദിയിൽ തിരിച്ചറിയാൻ പറ്റാത്ത ആ സമയത്ത് ആദിയിലെ വാർത്തയിരുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഈ വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ കർത്താവിന് സ്തോത്രം വിളിച്ചു പറയുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ പോകും. മുന്നാടി ജപിപ്പാങ്ക. ജപിച്ച பிறகு ஆமென் ஸ்தோத்திரம் ஹல்லேலூயா பரிசுத்த வேதாகமத்தை எடுத்து துறந்து ஒரு வசனத்தை என்ன செய்வாங்க? ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ചിലപ്പം നമുക്ക് അനുകൂലമായ വാക്യമായിരിക്കും എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ചിലപ്പം പറയും, ഈ വഴിക്ക് നീ എന്ത് ചെയ്യണ്ട, പോണ്ട. അന്നേരം കർത്താവിന് സ്തോത്രം ചിന്തിക്കും, എന്താണ് ഈ വഴി, എന്താണ് അബദ്ധവാ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ സ്തോത്രം ഒരു പിച്ചക്കാരൻ, ഇങ്ങേയും പിച്ചക്കാരൻ താനേ, ഹല്ലേലൂയ. ഒരു പിച്ചക്കാരൻ പിച്ച കേൾക്കുന്നതിക്കാരൻ പോകും. ആമേൻ സ്തോത്രം എല്ലാ ദിവസവും പോകും. അന്നേരം ഈ മനുഷ്യൻ ചെയ്യുന്നത്, ആമേൻ സ്തോത്രം ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്തിട്ട് തുറന്ന് ഒരു അധ്യായം വായിക്കും. ആമേൻ സ്തോത്രം ഒരു അധ്യായം എടുത്തിട്ട് ആമേൻ ആ പിച്ചക്കാരന് ആദ്യം കിട്ടുന്ന വചനം എന്തോ അത് വായിച്ചിട്ട് വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. ഈ മനുഷ്യൻ കർത്താവിന് സ്തോത്രം ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് ആമേൻ സ്തോത്രം ഈ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അകത്ത് കയറി നോക്കിയപ്പോ കർത്താവിന് സ്തോത്രം ആ വീട്ടിലെ യജമാനത്തിയോ ആമേൻ സ്തോത്രം കല്ലില് ഒരു കയറില് ആമേൻ രണ്ടുപേര് കല്ലിൽ അവിടെ ബെഡ്റൂമിൽ കയറിൽ തൂങ്ങി നിൽക്കുക. ഹല്ലേലൂയ.
ഈ പിച്ചക്കാരൻ പേടിച്ചു. ഈ മനുഷ്യൻ പെട്ടെന്ന് വെളിയിലിറങ്ങിയിട്ട് വീട്ടിന്റെ ചുറ്റും ഒന്ന് നോക്കിയിട്ട് കർത്താവിന്റെ സ്തോത്രം, വീട്ടിലൊരു ജോലിക്കാരനുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഈ ജോലിക്കാരൻ കർത്താവിന്റെ സ്തോത്രം പുറത്തെ പണിയാ ചെയ്യുന്ന, അകത്തെ പണിയല്ല. ഈ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വീട് മുറ്റമൊക്കെ അടിക്കുമ്പോ, മുറ്റമൊക്കെ തൂക്കുമ്പോ കർത്താവിന് സ്തോത്രം, പുള്ളി കർത്താവിന് സ്തോത്രം കല്ല് നോക്കിയപ്പോ ഡോർ തുറന്നു കിടക്കുകയാ. പുള്ളി നോക്കി കർത്താവിന് സ്തോത്രം, അയ്യോ എന്റെ യജമാനത്തിയോ ആമേൻ സ്തോത്രം, കല്ലിലെ സ്തോത്രം തൂങ്ങി നിൽക്കുക. ആമേൻ സ്തോത്രം. പുള്ളി ചിന്തിച്ചു, അയ്യോ പോലീസ് വരുമ്പോ ആമേൻ സ്തോത്രം, ഇനി കല്ലിലെ സ്തോത്രം, ആമേൻ കല്ലിലെ കേസാകുമ്പോ എന്നെയാ സാക്ഷിയാക്കി ചോദ്യം ചെയ്യുന്നേ, അതുകൊണ്ട് എനിക്കൊരു നിലനിൽപ്പില്ല. പുള്ളി ഓടിച്ചെന്ന് പുള്ളിക്ക് വേണ്ടി കൊടുത്തൊരു ഷെഡുണ്ട്, ആ ഷെഡിൽ പോയി തൂങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ പിച്ചക്കാരൻ ചെല്ലുന്നേ. പിച്ചക്കാരൻ ചെന്നു, ഡോർ തുറന്ന് കിടക്കയില്ലേ, അകത്ത് നോക്കിയപ്പോ അകത്ത് രണ്ടുപേര് തൂങ്ങി നിൽക്കുക. ഈ പിച്ചക്കാരൻ പലവട്ടം അതുവഴി പോകുന്നതാ. ഈ വീടിന് നല്ല പരിചയമാ. ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്തോത്രം, ഈ പുള്ളിക്കാരൻ വേലക്കാരനെ നോക്കാം എന്ന് ചിന്തിച്ച് അകത്ത് കയറുമ്പോ വേലക്കാരൻ എന്ത് ചെയ്തിരിക്കുക, തൂങ്ങി നിൽക്കുക. അന്നേരം പുള്ളി അകത്ത് ചിന്തിച്ചു, ജീവൻ വേണ്ടവർക്ക് ജീവൻ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപം ഇതിനകത്തുണ്ട്, അനുഗ്രഹമുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. എന്താണ് നമുക്ക് ആവശ്യം തിരഞ്ഞെടുക്കാം? ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം എന്താണോ തിരഞ്ഞെടുക്കുന്നത്, അതിന്റെ മേൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാ. ഇവിടെ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ്, ഹല്ലേലൂയ, വായിച്ചു കേട്ടു കുറിവാക്യത്തെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവർ അതിശയമാനവ്, എന്റെ ദൈവം അതിശയത്തെ ചെയ്യുന്ന ദൈവം. ആമേൻ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങള് എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യുന്ന ദൈവമാ. ആമേൻ സ്തോത്രം. എന്റെ കർത്താവിന്റെ പ്രവർത്തികൾക്ക് ആമേൻ സ്തോത്രം മാറ്റം വരത്തില്ല. എന്റെ ദൈവം അതിശയം മാത്രമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ സ്തോത്രം സെക്കറിയാവ് ആമേൻ യാഗം അർപ്പിക്കാൻ ആമേൻ സ്തോത്രം വർഷത്തിലൊരിക്കൽ കൂറിന്റെ ക്രമപ്രകാരം ഈ സെക്കറിയ പുരോഹിതന് യാഗം അർപ്പിക്കേണ്ട എന്ന് ചൊന്ന ബലി ചൊലുത്ത വേണ്ടിയ സമയം വന്നു. ഹല്ലേലൂയ. അന്നേരം ബലി അർപ്പിക്കേണ്ടത് സെക്കറിയാവാണ്. ഹല്ലേലൂയ. സെക്കറിയാവ് കർത്താവിന് സ്തോത്രം അകത്ത് കയറിയപ്പോ സെക്കറിയാവിനെ പുറത്ത് കാണാനില്ല. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സെക്കറിയാവിന് കൊടുക്കാനുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിനക്കൊരു മറുപടി തരാറുണ്ട്. വർഷങ്ങളായി ചോദിക്കുന്ന സഹോദര, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, സഹോദരി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, കുഞ്ഞെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമേൻ എന്റെ കർത്താവ് നിനക്ക് മറുപടി തരാനുണ്ട്. സെക്കറിയ വർഷങ്ങളായി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി സെക്കറിയ പുരോഹിതൻ ചോദിക്കുമ്പോ ദൂതൻ ഇറങ്ങിയിട്ട് പറയാ, ഭയപ്പെടേണ്ട, അതിശയം നടക്കാൻ പോവയാ. ഇന്ന് രാത്രി വിദ്യാഭ്യാസം തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, ആണ്ടവരെ എൻ വാഴ്ക്കയിലെ ഞാൻ എന്നെ ചെയ്യണം. ആമേൻ സ്തോത്രം. എങ്ങോട്ട് പോകണം, എന്താ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. ജീവിതത്തിലെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുക, അതിനെ എക്സ്ക്ലമേറ്ററി മാർക്കാക്കാൻ, അതിനെ ഒരു ആശ്ചര്യമാക്കാൻ, നീ ഒരു അതിശയമാകാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തീരുമാനിച്ചിരിക്കുക. ആമേൻ. പ്രത്യുത നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്, ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. ആ പ്രതികൂലത്തെ, ആ ബന്ധനത്തെ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റിട്ട് കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ആമേൻ. ആത്മാവിൽ ശക്തിയോടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളവർ, ദൈവ കൃപയുള്ളവർ, ആ കൃപ ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിനായി, ദൈവ കൃപയുടെ വല്ലഭത്വത്തിനായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ചോദിക്കും, എന്ത് കാണാനാ പോയേ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധമാവ് ആദ്യം ചോദിക്കുക, ദൈവ പൈതലെ, ഈ ചെയർ വിട്ട് എഴുന്നേൽക്കുമ്പോ, இந்த കസേര വിട്ട് എളുമ്പുമ്പോൾ പ്രാപിച്ചിട്ട് എളുമ്പണു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വെറുതെ എളുമ്പக்கூடாது, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ, ഈ മൈതാനം വിട്ടു പോകുമ്പോ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട്, ആമേൻ സ്തോത്രം, കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ച്, ആമേൻ സ്തോത്രം, ആ വിടുതലോടുകൂടെ ഇന്ന് രാത്രി എഴുന്നേൽക്കുമെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാ. കരങ്ങളെ ഒന്ന് വീശി കർത്താവിനെ സ്തുതിച്ചാട്ട് ആത്മാവി ശക്തിയോടെ ഉടരാവ ഉടവരകതന അന്ത
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെക്കറിയാവ് ദൂതനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടണ്ട, വീട്ടിൽ അഭിഷേകം നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, അതിശയം സഭയിലല്ല, നിന്റെ വീട്ടിനകത്ത് അത്ഭുതം നടക്കാൻ പോവുക. പക്ഷെ അന്നേരം സക്കരിയാവിനൊരു സംശയം. സക്കരിയാവ് ചോദിച്ചു, അത് ഞാൻ എങ്ങനെ അറിയും? ഹല്ലേലൂയ. അന്നേരം ദൂതൻ പറയാ, ആ മറുപടി കിട്ടും വരെ നീ പേസമാട്ടെ. ഹല്ലേലൂയ. ചിലവങ്ങൾക്ക് കർത്തർ യഥാവത് ദൂത കൊടുത്താ, ആലോചന കൊടുത്താ, ആമേ സ്തോത്രം. ചിലവങ്ങൾക്ക് ഭയങ്കര വെപ്രാളവും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആണ്ടവരെ കിടക്കുമാ അത് കിടക്കുമാ, എനിക്ക് അന്ന വിഷയം കിടക്കുമാ, അന്ന വിഷയത്തിന് മറുപടി കിടക്കുമാ, ആമേ സ്തോത്രം. സമാധാനം ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് സ്തോത്രം. ഇവിടെ സക്കരിയാവിന് അങ്ങനെയല്ല. ആമേ സ്തോത്രം. സക്കരിയാവ്, കർത്താവേ ഞാനത് എങ്ങനെ അറിയൂ? അന്നേരം ദൂതൻ പറഞ്ഞു, കിട്ടും വരെ നീ മിണ്ടത്തില്ല. സക്കരിയാവിന്റെ വായ അടച്ചു. ഹല്ലേലൂയ. ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും അങ്ങനെയാ. ഹല്ലേലൂയ. ചിലപ്പോൾ വീട്ടിലെ സഹോദരന്മാർ പറയും, കർത്താവിന് സ്തോത്രം, നാറ്റിക്കിരുന്ന സഹോദരി അല്ല ഇല്ല ഇപ്പൊ ആമേൻ സ്തോത്രം ഇന്നക്ക് ഇവൾക്ക് ഏതോ പറ്റിയിരിക്ക്. ഹല്ലേലൂയ. ഭയങ്കരமான കുഴിയിലും മതി സ്തോത്രം പറഞ്ഞോട്ടെ. நான் யெகோவாவுக்காக பொறுமையுடன் காத்திருந்தேன். വെയിറ്റിംഗ്. ഹല്ലേലൂയ. വെറും വെയിറ്റിംഗ് അല്ല, ക്ഷമയോടെ. ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ. ആവിയൻ കനിയിലൊന്ന അവൻ നീടിയ പൊറുമ. ഹല്ലേലൂയ. നീടിയ പൊറുമയോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. മറുപടി കിട്ടും വരെ. ഹല്ലേലൂയ. സക്കരിയാവിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട. ദൈവം ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ പിന്നെ ഭയപ്പെടണ്ട. ദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടണ്ട. ആമേൻ സ്തോത്രം. വസനത്തിലെ കൂടെ ഒരു ഊഴിയക്കാരൻ ചൊന്ന, ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് ദൈവത്തിന്റെ മഹത്വം കാണും. മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാ മതി, നീ വേറൊന്നും ചെയ്യണ്ട, നീ വെപ്രാളപ്പെടണ്ട, പരവേശപ്പെടണ്ട, നീ വിശ്വസിച്ചാൽ മതി. ഇന്ന് ടുഡേ ഈസ് യുവർ ഡേ. ഹല്ലേലൂയ. ടുഡേ ഈസ് യുവർ ഫാമിലിയുടെ ദിവസമാ. ഇന്ന് നിന്റെ ദിവസമാ. ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിന്റെ ദിവസമാ. ആമേൻ. മാർത്തയോട് പറയാ, ആമേൻ സ്തോത്രം. ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ചിലപ്പോ പറയാറുണ്ട്, ആമേൻ സ്തോത്രം, കർത്താവ് എത്ര വിശ്വസിച്ചു, എത്ര പ്രാർത്ഥിച്ചു, കർത്താവിന് സ്തോത്രം. ஆனால் ஏதோ ஒரு தடை என் முன்னாடி நிற்கிறது. ஹல்லேலூயா. ஏதோ ஒரு பிரச்சனை என் வாழ்க்கையில, ஏதோ ஒரு பிரச்சனை என் ஆமேன் ஸ்தோத்திரம் என் படிப்பில, ஏதோ ஒரு பிரச்சனை என் ஜாபில, ஏதோ ஒரு பிரச்சனை என் ஹல்லேலூயா ஃபேமிலி லைஃபில, ஏதோ ஒரு விஷயம் என்ன வல்லாத கலர் தடசமாய் நிற்கிறது. ஆமேன். ஆண்டவராகிய தேவன் இன்னைக்கு நைட் சொல்லுகிறாரு, உன் தடசத்தை மாற்றியதுக்காக அதிசயமானவர் அதிசயமாய் இந்த மைதானத்தில் வந்திருக்கிறாரு. சுடமாரகதா அந்த மானவல மௌடமரகதா அத்தனை அதிகமான வைடமா காரணங்களை அடிச்சு ஆமேன் ஸ்தோத்திரம். அந்நிய ഭാഷയുള്ള ദൈവ മക്കള് അന്യ ഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചാട്ട്, പരിശുദ്ധാത്മാവിന്റെ കരങ്ങള് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി പറയാ, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ കർത്താവ് തൊടാൻ പോവയാ. ചില സഹോദരിമാരെ കർത്താവ് തൊടാൻ പോവയാ. കുഞ്ഞുങ്ങൾക്കിടെ അഭിഷേകത്തിന് വേണ്ടി കരയുന്ന അമ്മേ, നിന്നെ കർത്താവ് തൊടാൻ പോവയാ. ഹല്ലേലൂയ. ജോലിയുടെ അഭിഷേകത്തിന് വേണ്ടി കരയുന്ന സഹോദര, നിന്നെ കർത്താവ് തൊടാൻ പോവയാ. സത്യമായി വ്യക്തമായി വിളിച്ചു പറയാ, ഈ 2026 കർത്താവ് നിനക്ക് അതിശയത്തെ ചെയ്യാൻ പോവയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലരകത്ത് ചിന്തിക്കുക, ആണ്ടവരെ സ്റ്റാർട്ടിങ് ആച്ച് இந்த 2026 எப்படின்னு தெரியல. 25 ഒരുപാട് പ്രശ്നം വന്നത്. ആമൻ. ഒരുപാട് പോരാട്ടം വന്നത്. இந்த 26 எப்படின்னு தெரியல. ஆமென் ஸ்தோத்திரம். இந்த ராத்திரி ஹல்லேலூயா ஆண்டவராகிய தேவன் ஹல்லேலூயா சொல்லுகிறாரே, இந்த 2026 உனக்கு ஆசீர்வாதம் தான். ஹல்லேலூயா, ஹல்லேலூயா. ஆசீர்வாதம் உள்ளுக்குள்ள வரணும்னா ஒரு சுத்திகரணம் தேவைதான். அந்த சுத்திகரணம் அகத்த வரும்போது ஆசீர்வாதத்தை கர்த்தர் கொடுப்பாரு. அந்த ஆசீர்வாதம் நீ மட்டும் கிடையாது, உன் ஃபேமிலி மட்டும் கிடையாது. ஆமென்.
ഹല്ലേലൂയ ഹല്ലേലൂയ. പാട്ടുകാരൻ പറയാ ഉമ്മാൽ കൂടു എല്ലാം കൂടു ഒരു വാർത്ത ചൊന്നാൽ പോകൂ ഉമ്മാൽ കൂടു എല്ലാം കൂടു ഒരു വാർത്ത ചൊന്നാൽ പോകൂ അയ്യാ ഒരു വാർത്ത ചൊന്നാൽ പോകൂ. ഇന്ന് രാത്രി കർത്താവ് ഒരു വാക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ ആമേൻ സ്തോത്രം വെളിച്ചമായി ഇറങ്ങി വന്ന് അതിശയം പ്രവർത്തിക്കുന്ന ദൈവം. ആമേൻ സ്തോത്രം. അതേ മാതാവേ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേ പിതാവേ, ഒരു വാക്ക് ഇന്ന് രാത്രി കർത്താവ് കൽപ്പിക്കാൻ പോവയാ. ആമേൻ. ഒരു വാക്ക് എന്റെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ദൈവ പൈതലെ നിനക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി എന്റെ കർത്താവ് കൽപ്പിക്കാൻ പോവയാ. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സെക്കറിയാവ് ആമേൻ സ്തോത്രം ദൂത് കേട്ട് ഭയപ്പെട്ടു. പക്ഷേ കുഞ്ഞ് ജനിക്കും വരെ, ലോകം കാണും വരെ ആമേൻ സെക്കറിയാവിന്റെ വായ ദൂതൻ അടച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില വിടുതലുക്ക് നമ്മൾ തടസ്സം தான். ഹല്ലേലൂയ. കേൾപ്പം ആണ്ടവരെ എപ്പടി തടസ്സം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു 39-ാം സംഗീതം 1-2 വചനം വാസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. വായിക്കാം. എൻ നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, എൻ നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, நான் என் வழிகளை காத்து, நான் என் வழிகளை காத்து, துன்மார்க்கன் எனக்கு முன்பாக இருக்கும். നിക്കട്ടു. നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക്, நான் என். ஹல்லேலூயா. ஆனா தாவீது சொல்லுகிறான், எனக்கு വഴി கிடையாது, കർത്തർ വഴികൾ ഒരുക്കി വെച്ചിരിക്കുകയാ. പക്ഷെ ആ വഴികളിലൊക്കെ തടസ്സങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ അമ്മായിയപ്പനായ ശൗല് തടസ്സമാ. ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ ഭാര്യയായ മീഖൾ തടസ്സമാ. ഒരു ഭാഗത്ത് ഞാൻ പോകുമ്പോ എന്റെ മകനായ അബ്ശലോം തടസ്സമാ. ദാവീദ് പറയും തടസ്സമാ. ഹല്ലേലൂയ. ദാവീദിന് അറിയാം. ദാവീദ് പറയാ, കർത്താവേ, എനിക്ക് കർത്താവിന് സ്വത്രം സത്യം അറിയാം, പക്ഷേ ഞാൻ എന്റെ വാ കൊണ്ട് പാപം ചെയ്യത്തില്ല. ഞാൻ എന്റെ വാ കൊണ്ട് പാപം ചെയ്യത്തില്ല. ഒരിക്കൽ കൂടെ വായിക്കാം. என் நாவினால் பாவம் செய்யாத படிக்கு, என் நாவினால் பாவம் செய்யாத படிக்கு, நான் என் வழிகளை காத்து, நான் என் வழிகளை காத்து, துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும், துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும் என் வாயை கடிவாளத்தால் அடக்கி வைப்பேன் என்றேன். ஹல்லேலூயா. துன்மார்க்கன் எனக்கு முன்பாக இருக்கும் மட்டும் என் வாயை கடிவாளத்தால். ஹல்லேலூயா. ஆண்டவராகிய தேவன் கேறுனது കഴുതല தான், കുതിരല கிடையாது. കടിവാളമുള്ള ആ ഒരു മൃഗം കുതിരതാ. ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ കൂടെ ചിന്തിക്കാറുണ്ട്, യേശുവേ, എന്തിനാ കഴുതയെ കയറിയത്? കുതിരയെ കയറിക്കൂടായിരുന്നോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അന്നേരം കർത്താവിന് സ്വത്രം. കർത്താവ് തിരിച്ചു പറഞ്ഞതാ, എത്ര ഭാരവും കഴുത ചുമന്നോളും. ഹല്ലേലൂയ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴുത ഭാരം ചുമന്നോളും. ഹല്ലേലൂയ. ചില സഹോദരിമാര് പറയാറുണ്ട്, കാലയിലെ എളുമ്പി നൈറ്റ് വരെ വേല ചെയ്യണോ, ആനാ ഒരു നല്ല വാർത്ത കൂടെ கிடைக்காது. ഹല്ലേലൂയ. രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താൽ എന്ത് കിട്ടത്തില്ല? ദൈവ പൈതലെ നല്ല വാക്ക് വേണ്ട, തന്ന ആരോഗ്യത്തിനായി, തന്ന ആയുസ്സിനായി. രാവിലെ എഴുന്നേൽക്കുമ്പോ എത്രയോ സഹോദരിമാർ ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുമ്പോ, കർത്താവേ, രാവിലെ മുതൽ രാത്രി വരെ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജോലി ചെയ്യാൻ തന്ന ആരോഗ്യത്തിനായി ആ കരങ്ങളെ അടിച്ച് ചൂടാമല അതന അധികമന അന്തര അധികമന ഘടക യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഉയരുവാനായി. ഹല്ലേലൂയ. സഹോദരൻ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചു. ഹല്ലേലൂയ. വൈകുന്നേരം വന്നപ്പോ ആ ആരോഗ്യത്തിന്റെ ഒരംശം ദൈവത്തിന് കൊടുക്കാൻ ഈ 3 ദിവസം, ഹല്ലേലൂയ, 3 ദിവസത്തെ രാത്രിയിൽ ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ ഒരു ഭാഗം സഹോദര ദൈവത്തിന് കൊടുക്കാൻ ആ കൈകളെ ഉത്സാഹമാ തട്ടെ, ആ ഗംഭീരമാ കൈകളെ തട്ടെ. ഇന്ന് രാത്രി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവ് ജഗമേറ്റെടുത്തുകൊണ്ട് ആ അതരത്തെ തുറന്നുകൊണ്ട്, കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെ അധ്വാനിക്കാൻ കൃപ തന്നില്ലേ. ചുടമന ഘടക അന്തരാധികര ഘടക രകമന. ഹല്ലേലൂയ. இந்த செலவங்களை பார்த்தா
நம்ம இந்த முருக்கங்கடைக்கு போறவங்கள பார்த்துருக்குறோம். முருக்கங்கடை தெரியும்ல? தெரியுதவங்க அல்ல சொல்லுங்களே. முருக்கங்கடையில சின்ன சின்ன முட்டாயும் கிடைக்கும். ஹல்லேலூயா. பீடி வலிக்க வேண்டியவங்களுக்கு பீடியும் கிடைக்கும். ஆமன் வெற்றில பாக்கு முறுக்க வேண்டியவங்களுக்குள்ள ஆமன் வெற்றில பாக்கும் கிடைக்கும். ஹல்லேலூயா. ஆனா அவங்க செய்த ஒரு பரிபாடி இருக்கு. அவங்க வெற்றில பாக்கு முறுக்குதவங்க அது என்ன எடுப்பாங்க? வெற்றிலை எடுப்பாங்க. ஹல்லேலூயா. வெற்றிலை எடுத்து கர்த்தாவின் சோத்திரம் கையில் இடத்த கையில் வச்சுட்டு ஹல்லேலூயா. ஆமன் ഒരു വെള്ള സാധനം ഒരു ബോണിക്കകത്ത് വെച്ചേക്കും, ചുണ്ണാമ്പ്. ഹല്ലേലൂയ. അതിന്റെ ഇടത്തെ കയ്യിൽ വെച്ചിട്ട് പതുക്കോ എന്ത് ചെയ്യും? അവർക്കറിയാം ഈ വെറ്റിലേക്ക് നോവാൻ പാടില്ല. വെറ്റിലേക്ക് എന്ത് ചെയ്യരുത്? നോവരുത്, വേദനിക്കരുത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കൈക്ക് വേദനയില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവ് നമ്മുടെ കൈക്ക് ആരോഗ്യത്തെ തന്നിരിക്കുക. നമ്മുടെ കൈക്ക് ദൈവ ശക്തിയെ തന്നിരിക്കുക. നമ്മുടെ വാക്ക് ദൈവ ശക്തിയെ തന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തുവാൻ അതേ ദൈവ പൈതലേ, ഇന്ന് രാത്രി അതിശയമായ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് അതിശയം പ്രാപിച്ചിട്ട് ഇന്ന് രാത്രി നീ മടങ്ങാവൂ. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിലെത്തി അഭിഷേകത്തിന്റെ എത്തി ഈ മൈതാനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. ആത്മാവിന്റെ ശക്തിയോ ചുടബല അടകമനാധിക അത്തുനാദന ഘടക അന്തരേധിക തലമുടെ അന്തൽ കമനാരികതന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ കൃപകൾക്കായി. ഹല്ലേലൂയ. സക്കറിയാവ് മിണ്ടാതിരിക്കുക. കുഞ്ഞ് ജനിച്ചു, പേരിടാൻ വേണ്ടിയുള്ള വെപ്രാളവാ. സക്കറിയാവിനോട് ഒരു ആമൻ സൂത്രം ബോർഡ് എടുത്തിട്ട് പറഞ്ഞു, എഴുതിക്കോ. ബോർഡിൽ യോഹന്നാൻ എന്ന് എഴുതിയത് സക്കറിയാവിന്റെ മാത്രമൊന്നു. ഇന്ന് രാത്രി ചില ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് കർത്താവ് അതിശയം ചെയ്യാൻ പോവയാ. നിന്നെ അറിയിച്ചിട്ടല്ലോ ആ അതിശയം നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ കുടുംബത്തെ അറിയിക്കുവാൻ അത് കയ്യിൽ കേട്ടമാറ യേശുവിന്റെ നാമത്തിൽ വിടുതൽ തടസ്സമായി എഴുന്നേൽക്കുന്ന അന്യായ ശക്തികളുടെ ബാധകൾ കഠിന ഹൃദയങ്ങൾ ഇന്ന് രാത്രി അഴിയപ്പെടട്ടെ ആത്മാവിന്റെ ശക്തിയോൾ. അരുമയാണ് ദൈവപിള്ളയെ. കഴിഞ്ഞ വർഷവും ഈ ആരാധന നടന്നു, അതിന് മുമ്പത്തെ വർഷവും നടന്നു, വർഷങ്ങളായി നടന്നു. ഇല്ല ദൈവ പൈതലേ, ഈ 2026 നിനക്ക് പ്രത്യേകതയാ. നീ ഇതുവരെ പ്രാപിക്കാത്തത്, നീ ഇതുവരെ നേടാത്തത്, ഇതുവരെ നിനക്ക് ലഭിക്കാത്തത്, ഈ വചന മൈക്രോഫോൺ കൂടെ കേൾക്കുന്ന ദേശമേ ഇതുവരെ നീ പ്രാപിക്കാത്തത്, വീട്ടിന്റെ ഉള്ളിലിരുന്ന് കേൾക്കുന്ന ദൈവ പൈതലേ, കടകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, ഈ 2026 നിനക്കൊരു അതിശയമാ. ഹല്ലേലൂയ. 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 വായിക്കാം. ഹല്ലേലൂയ. സ്തോത്ര. ലൂക്ക ആമേൻ. സ്തോത്ര സ്തോത്ര സ്തോത്ര. 5-ാമത് അധികാരം 1-ാമത് വചനം മുതൽ. கனசரேத்து கடலருகே நின்றபோது திரளான ஜனங்கள் தேவ வசனத்தை கேட்கும்படி அவரிடத்தில் நெருங்கினார்கள். அப்பொழுது கடற்கரையிலே நின்ற 2 படகுகளை கண்டார். மீன் பிடிக்கிறவர்கள் அவைகளை விட்டிறங்கி வலைகளை அலைசி கொண்டிருந்தார்கள். മതി, ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആമേൻ. അവർ വല അലസിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ കഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ ചെന്നിട്ട് ശീമോന്റെ പടകിനെ ചോദിച്ച് ആ പടകിൽ കയറിയിട്ട് പറഞ്ഞു, ഇതിനെ അല്പം അങ്ങോട്ട് നീക്കിക്കോ. ഹല്ലേലൂയ. എന്നിട്ട് പുരുഷാരത്തോട് ജനത്തോട് ആമേൻ കർത്താവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുക, പേശിക്കൊണ്ടേയിരിക്കുക. കർത്താവ് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ ശീമോനോട് പറയാ, ശീമോനെ, ഹല്ലേലൂയ, ശീമോനെ, പോരാ ഇത്. നിന്റെ ആമേൻ സ്തോത്രം പടകിനെ, നിന്റെ വലയെ ഒന്ന് ആഴത്തിലോട്ടൊന്ന് ഇറക്കിക്കേ. ഇതുവരെ കിട്ടാത്തത്, ഇതുവരെ നീ പ്രാപിക്കാത്തത്. 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതല്. യേശുവിന്റെ നാമത്തിൽ. சீமோனுக்கு கூட்டாளிகளான செபதேவின் குமாரராகிய யாக்கோபும் யோவானும் அந்தபடியே பிரமித்தார்கள். அப்பொழுது இயேசு 8-ாமது வசனம் முதல்ல. சீமோன் பேதுரு அதை கண்டு இயேசுவின் பாதத்தில் விழுந்து, ஆண்டவரே, நான் பாவியான மனுஷன், நீர் என்னை விட்டு போக வேண்டும் என்றார். ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു,
ആഴത്തിലോട്ട് ഇറക്കിക്കോ. ഇന്നലെ വരെ കിട്ടാത്ത, നേറ്റയ്ക്ക് കിടക്കാത്തത്, മുന്തോ നാളേക്ക് കിടക്കാത്തത്, കഴിഞ്ഞ വാരം കിടക്കാത്തത്, കഴിഞ്ഞ മാസം കിടക്കാത്തത് ഇന്ന് കർത്താവ് തരാൻ പോവയാ. ഇന്നലെ വരെ നേറ്റ ദിനം വരെ ഉൻ വാഴ്ക്കയില് കിടക്കാത്തത് നിരാശതാ, നേറ്റ ദിനം വരെ നിരാശതാ, ദുഃഖം താ, ഉറക്കമില്ലേ, ഹാലലൂയ. ആമൻ സ്വത്രം പഠിക്കുമ്പോൾ ഹാലലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരുണ്ട് മറിഞ്ഞ് ഉറങ്ങാതെ ഹാലലൂയ സമാധാനമില്ലാതെ കിടക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ആമൻ സ്വത്രം നിന്റെ വലയെ, നിന്റെ വിഷയത്തെ, നിന്റെ സബ്ജക്റ്റിന്, നിന്റെ മാറ്ററിന് ഒന്ന് ആഴത്തിലോട്ട് ആമൻ ആത്മാവിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സബ്ജക്റ്റിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ സ്തോത്രം. ശീമോൻ പത്രോസ് പറയാ, കർത്താവേ നിന്റെ വാക്കിന് ഞാനത് ചെയ്യാൻ പോവയാ. ഏൽപ്പിച്ചു കൊടുത്തു. വലയിറക്കിയപ്പോ ചെറുതല്ല വലുത്. ഇന്ന് രാത്രി ആണ്ടവരെ ഞാൻ ഇതുവരെ ആലോചന കേട്ടിരിക്കേ, ഹൃദയം കർത്താവിന് സ്വത്രം മരവിച്ചു പോയി, തഴമ്പിച്ചു പോയി, ഹൃദയം മുരടിച്ചു പോയി. வாழ்க்கை மொத்தம் கஷ்டம்தான். என் வாழ்க்கையில வேண்ட நிம்மதி இல்லை, என் வாழ்க்கையில வேண்ட സമാധാനം ഇല്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ സ്വസ്ഥത എനിക്ക് കിട്ടുന്നില്ല, സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. ആമേൻ സ്തോത്രം. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ആരുടെ അടുക്കലേക്കാ പോകേണ്ടത്? ആമേൻ സ്തോത്രം. എന്റെ കർത്താവ് പറയാ, ജീമോനെ, ഉലയുന്ന ഹല്ലേലൂയ വേദനിക്കുന്ന തകർന്നിരിക്കുന്ന ശീമോനെ, നീ എങ്ങും പോണ്ട, നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. നീ എങ്ങും പോണ്ട, നിന്റെ വിഷയത്തിന്റെ മേൽ മറുപടി വരാൻ പോവയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് മറുപടി വരാൻ പോവയാ. ആമൻ കർത്താവെ ഉലച്ചില്ല, എൻ കൂടിയ ഉലച്ചില്ല, എൻ സഭ ഉലച്ചില്ല, ആമൻ ആത്മാക്കളെല്ലാം ഉലച്ചിരിക്കുന്നത്. ആണ്ടവരെ എന്നെ ചെയ്യണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയാ, ആമൻ നീ തകർന്നു പോകണ്ട. அந்த ஊழியத்தை, அந்த ஆத்துமாக்களை செம்மையாக்குறதுக்காக ஆண்டவராகிய இயேசு இன்னைக்கு இந்த மைதானத்திலே வந்திருக்கிறாரு. ஓ ரபாலா காதுனா பாலாபா அத்தனா அதிகரகடக. ஆண்டவரே, என் ஃபேமிலி ஃபெயில் வருதா, என் வாழ்க்கை ஃபெயில் வருதா, நான் இனி என்ன செய்யணும்? ஆண்டவரே, இந்த ராத்திரி பரிசுத்தமா விളിച്ചു പറയാ, சீமோனே നിന്നെയാ വിളിക്കുന്നേ. சீமோனே ഒലച്ചിൽ മാറ്റിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാമിലിയുടെ പാലം തകർന്നു കിടക്കുകയാ. പാലത്തിന്റെ ആമന ഇരിക്കുന്ന ഇരിപ്പ് വശം, ആമന ആ തൂണ് തകർന്നു കിടക്കുകയാ. എപ്പ വേണേലും ആ പാലം ഉടഞ്ഞു പോകാം, പൊട്ടിപ്പോകാം. ശീമോനെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പതറിപ്പോണ്ട, ആ പാലത്തിന് ക്രമപ്പെടുത്താൻ, വചനം കൊണ്ട് ഉറപ്പിക്കാൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങി പ്രവർത്തിക്കാൻ പോവയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഊഴിയക്കാരനെ, ആമേൻ, മിനിസ്ട്രിയെ ഉറപ്പിക്കാൻ, പിശാച് പലപ്പോഴും പതറിപ്പിക്കുമ്പോ അതിനെ ഉറപ്പിക്കാൻ, ആമേൻ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി പ്രവർത്തിക്കാൻ പോവയാ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടയാ, ഒരു വാർത്ത ചൊല്ലും കർത്താവേ, ഒരു വാർത്ത, എൻ വാഴ്ക്കയെല്ലാം ചെളിപ്പാകുമേ. ഒരു വാർത്ത ചൊല്ലും കർത്താവേ. ഒരു വാക്ക്, ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു വാക്ക് അവൻ അതിശയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്ന സരോജ സഹോദരി, നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് ഒരു വാക്കാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയാ, ആ ഒരു വാക്ക് നിന്റെ ജീവിതത്തിന്റെ മേൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ആയിരിക്കുന്ന വ്യക്തിത്വം ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയാ, അവൻ ഒരു വാക്ക് കൽപ്പിക്കാൻ പോവയാ. യേശുവിന്റെ നാമം ഇന്ന് രാത്രി ജയിക്കട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എവിടെ പോകാം, ഹല്ലേലൂയ, എന്ത് ചെയ്യാമെന്ന് അറിയുമ്പോ, ഹല്ലേലൂയ, ആമൻ, എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധമായി വിളിച്ചു പറയുക, ആമൻ, കർത്താവിന് സ്തോത്രം. ആമൻ, എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി അതിശയത്തെ ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ നാമം അതിശയമാ. ആമൻ, സ്തോത്രം. ശീമോൻ പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് ആ പാട്ടക്കിനെ
ആഴത്തിലോട്ടൊന്ന് ഇറക്കി. ഇതുവരെ പിടിക്കാത്തത്, 2025 പിടിക്കാത്തത്, 24 പിടിക്കാത്തത്, 2026 പ്രാരംഭത്തിൽ. ഹല്ലേലൂയ. ശീമോൻ പത്രോസ് പറഞ്ഞു, അവൻ ചിന്തിക്കാം, കർത്താവേ ഈ കടലിന്റെ ആഴവും നീളവും വീതി എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിന്റെ കല്ലിന്റെ സ്തോത്രം ഇരിപ്പ് വശം ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ശീമോൻ കർത്താൻ സ്തോത്രം യേശു പറഞ്ഞപ്പോ അനുസരിച്ചു. ഇന്ന് രാത്രി ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. തായാര് ജപിക്ക കൂപ്പിടുമ്പോൾ ഒരു കീഴ്പ്പെടുതൽ, ജപം പണ്ണ ഇരിക്കുമ്പോൾ ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. ഫാമിലി ജപം വയ്ക്കുമ്പോൾ അപ്പായും അമ്മായും പിള്ളയും ഇരുന്ന ഒരു കീഴ്പ്പെടുതൽ. ഹല്ലേലൂയ. அந்த ஜெபத்துக்குள்ளே கர்த்தர் அதிசயத்தை செய்ய போகிறாரு. ஹalleluya. ആ പ്രാർത്ഥനയ്ക്കുള്ളിൽ, ആ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് എന്റെ ദൈവം അതിശയത്തെ ചെയ്യാൻ പോവുകയാണ്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരുന്ന പറ്റത്തില്ല. അതിശയം അകത്ത് കയറണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്ത് വെളിപ്പെടണമെങ്കിൽ, നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ, അതിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് രാത്രി അതിശയത്തെ ചെയ്യാൻ പോവുകയാ. കരങ്ങളെ വീശിക്കൊണ്ടെന്ന് കർത്താവിനെ തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ അതിശയമാനവർ. ഹല്ലേലൂയ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവർ അതിശയമാനവർ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്ന ശിംശോനുടെ അപ്പാവായ ആമേൻ സ്തോത്രം മനോവ ഒരിക്കൽ ദൂതന്റെ പേര് ചോദിച്ചു. ഒരു വാക്കുത്തത്വം മനോവയ്ക്ക് കൊടുത്ത പോത് ആമേൻ മനോവ ചോദിച്ചു, എന്താ നിന്റെ പേര്? അന്നേരം കർത്താവിന് സ്വത്രം ആമേൻ ദൂതൻ പറയാ, എന്തിനാ എന്റെ പേര് ചോദിക്കുന്നേ? എന്റെ പേര് അതിശയവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്വത്രം കുടലിനകത്ത് പുണ്ണായിരിക്കുന്ന സഹോദര, ശരീരത്തിനകത്ത് രോഗമാ, ആമൻ നാളുകൾ കൊണ്ട് അകത്തത് കൊണ്ട് നടക്കുക, ഡൈജഷൻ പ്രോപ്പർ അല്ല, ശരീരം മൊത്തം ദുർബലമായി കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധമായി വിളിച്ച് പറയുക, നിന്നെ സൗഖ്യമാക്കാൻ അതിശയമായ ദൈവം വന്നിരിക്കുക. ഹല്ലേലൂയ. സഹോദരൻ, നിന്നെ സൗഖ്യമാക്കാൻ, അവൻ ഉന്നെ ഗുണമാക്കും പഠിക്ക് ആണ്ടവരാകിയ ദേവൻ അവൻ ഇന്ന മൈതാനത്തിലെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അവർ നാമോ അതിശയന്താ. ഹല്ലേലൂയ. അവൻ എന്റെ ദൈവത്തിന്റെ നാമോ അതിശയമാ. അതിനെ മാറ്റി വെക്കാൻ കഴിയത്തില്ല, അതിനെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ. അതിശയമായ ദൈവം അവൻ മനോവയുടെ ഭാര്യയുടെ മേൽ ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുത്തു. ആ കുഞ്ഞും അതിശയമാ. ദൈവം ചെയ്യുന്നത് എല്ലാമേ അതിശയന്താ. நினைக்காம நேரத்துல கர்த்தர் ஒரு வேலையை கொடுத்தாரு, எனக்கு அதிசயமா இருக்கு, ஆச்சரியமா இருக்கு. ஹல்லேலூய. நினைக்காத இருக்கும்போது நான் ஒன்றும் நினைக்கல, நான் அந்த 10 சென்ட் பூமி வாங்கும் போது ஒன்றும் நினைக்கல, அவன் எப்படி எனக்கு தெரியாது, கையில ஒரு காசு இருக்கல, ஆனா கர்த்தர் அதிசயத்தை செய்தாரு. ஹல்லேலூய. ஆமென் ஸ்தோத்திரம். ஹல்லேலூய. ஆமென். நான் நினைக்காம இருக்கும்போது கர்த்தர் ஒரு திருமணத்தை நடத்தினார், நான் நினைக்கல, கர்த்தர் அதிசயத்தை செய்தாரு. ஆமென். அருமையான தெய்வ பிள்ளையே, நீ பின்னாடி பார்க்கும்போது இந்த அதிசயம் நடக்கிறதுக்கு முன்னே நீ ஜெபிச்ச ஜெபம், നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ സമർപ്പണം എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം ചെന്ന് ഊട്ടക്കി കിടക്കയാ. ആ മറുപടി ശരിക്ക് കിട്ടാതെ ആ വഴികളൊക്കെ എവിടെയോ തടഞ്ഞു കിടക്കയാ. അവിടെ ദാവീദ് പറയുന്നേ, നാവിനാൽ പാപം ചെയ്യാതെ പഠിക്ക് ഞാൻ വഴികളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. എന്റെ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല, എന്റെ വിടുതലിന്റെ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല, എന്റെ നന്മയുടെ എന്റെ ആശീർവാദത്തിൻ വഴികളെ ഞാൻ അടയ്ക്കത്തില്ല. ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുന്നേ ഒരു തീരുമാനം, നാവിനാൽ ഞാൻ പാപം ചെയ്യാതെ പഠിക്ക്, എൻ വഴികളെ ഞാൻ അടയ്ക്കാതെ പഠിക്ക്, എന്റെ നാവിനെ ഞാൻ സൂക്ഷിക്കാൻ പോവയാ. അതേ സഹോദരന്റെ നാവിനെ നീ സൂക്ഷിക്കുമെങ്കിൽ, ഹല്ലേലൂയ. അതേ സഹോദരൻ, നിന്റെ വായെ நீ ஒன்னு கடிவாளத்தால் காத்து வந்து. சிலவங்க உண்டு எப்ப பார்த்தாலும் நெகட்டிவ் தான் பேசுவாங்க. வீட்டுக்குள்ள நெகட்டிவ் தான், வெளியே நெகட்டிவ் தான், போகும்போது நெகட்டிவ் தான். ஹல்லேலூயா. பாசிட்டிவ் ஒன்றும் வாயில வராது. ஹல்லேலூயா. சில பேரண்ட பார்த்தாலும் எல்லாம் நெகட்டிவ், அது கிடைக்காது உனக்கு, அது போக்குதான், அது சரியாகாது.
அந்த பிள்ளை போக்குதான், அந்த ஃபேமிலி போக்குதான். ஹல்லேலூயா. இன்னைக்கு ஆண்டவராகிய தேவன் சொல்லுகிறாரு, அந்த போக்கு அந்த வாக்கினை மாத்திக்கிட்டு அது ஓகே தான். அந்த ஃபேமிலியை கர்த்தர் ஆசீர்வதிப்பாரு, அந்த பிள்ளையை கர்த்தர் ஆசீர்வதிப்பாரு, அந்த கல்லேலியா சோத்ரு அவங்க வாழ்க்கையை கர்த்தர் ஆசீர்வதிப்பாரு. ஆமென். காரணம் அவர் ஆசீர்வதிக்கிறார். தேவனுடைய நாமம் அதிசயம். அதனால അതിശയமான ദേവൻ ആശീർവാദത്തെ താൻ കൊടുപ്പാര്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന് മേൽ എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യാൻ പോവയാ. അവൻ കർത്താവ് അത്ഭുതത്തെ ചെയ്യാൻ പോവയാ. നാളുകൾ കൊണ്ട് ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി, അവൻ കുഞ്ഞിന്റെ മടങ്ങി വരവിന് വേണ്ടി, അവൻ സ്വത്രം 3 മക്കളുണ്ട്, ഒരു മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ തലമുറ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവയാ. ശക്തിയോടെ സ്വത്രം പറഞ്ഞേ. ஆண்டவரே சொல்லியிருக்கு, எல்லாரும் ஜபிச்சிருக்கு, நானும் ஜபிச்சேன். பல வாட்டி பைக் ஓட்டிக்கிட்டு போகும்போது அவனுக்கு போக்கு எங்கேருந்து சரியில்லை. ഹല്ലേലൂയ. എങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി പ്രിയ മാതാവേ, പ്രിയ അമ്മേ, പ്രിയ തായേ, ഉൻ ജപം, ഉൻ വേണ്ടത്, ഉൻ പിള്ളയെ തൂക്കി 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 കാപ്പാറ്റി നിർത്തുന്നത്, ഉൻ ജപം, ഉൻ കണ്ണി ഷൂട്ടാബാല ഹംദര ദിക്കാമനവ. പല വാട്ടി നീ ചൊല്ലിയിരിക്ക, എങ്കയാவது പോയി തോലെ. ഹല്ലേലൂയ. എപ്പടിയാவது പോ. പക്ഷെ നീ പറഞ്ഞിട്ട് അകത്ത് കയറി ഒഴുക്കുന്നില്ലേ കണ്ണുനീര്, അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥന, ആ പ്രാർത്ഥന നിന്റെ കുഞ്ഞിനെ തൂക്കിയെടുത്ത് നിർത്തയാ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നിന്റെ തലമുറയെ തളർന്നു പോകാതെ നിർത്തിയിരിക്കയാ. എന്ന രാത്രി നിന്റെ തലമുറയുടെ മടങ്ങി വരവിന്റെ രാത്രിയാ. ആമേൻ. ഇതിനെ കർത്താവിന് സ്തോത്രം. പുറത്തുനിന്ന് കേൾക്കുന്ന സഹോദര, നിന്റെ മടങ്ങി വരവിന്റെ ദിവസമാ. കരങ്ങളെ വീശി എന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് അതിശയത്തെ ചെയ്യാൻ പോവയാ. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി അതിശയമായി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവയാ. ആമേൻ. അതിശയത്തെ ചെയ്യണമെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തെ ശത്രു കെട്ടിപ്പൂട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ബന്ധം ചോദിക്ക്, പുറം ലോകം കാണാൻ കഴിയാതെ ജീവിതത്തെ കെട്ടി, ജീവിത സാഹചര്യത്തെ കെട്ടി, ജീവിത അനുഭവത്തെ കെട്ടി ശത്രു ഒതുക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവ് ബഥാനിയിൽ സ്നേഹിച്ച ഒരു കുടുംബമുണ്ട്, ലാസറിന്റെ കുടുംബം. എന്റെ കർത്താവ് നമ്മളെ എല്ലാവരും സ്നേഹിക്കുക. ശക്തിയോടെ സ്വത്രം പറഞ്ഞേ. യേശു സ്നേഹിക്കുന്നവർ സ്വത്രം പറഞ്ഞേ. പോരാ പോരാ, ഇത്രയും പോരാ. യേശു സ്നേഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ബഥാനിയയിൽ യെരുശലേമിന് കിഴക്ക് ഒലിവ് മലയ്ക്കരികത്ത് ബഥാനിയ എന്ന ഗ്രാമത്തിൽ യേശു സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. അത് ലാസറിന്റെ കുടുംബമാണ്. ഹല്ലേലൂയ. இங்க பார்க்கும்போது இந்த தேசத்துல இயேசுவை நேசிக்கிறவங்க ஆமென் சோத்ர அநேகர் இருக்கிறாங்க. ஆமென் சோத்ர. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന അനേക കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്, ഈ ചുറ്റുപാടുണ്ട്. പക്ഷെ ബഥാനിയയിൽ ആമെൻ സോത്രം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ലാസറുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന് സ്വത്രം. ലാസറിന്റെ ഭവനത്ത് മാർത്തയുണ്ട്, മറിയയുണ്ട്, ലാസറുണ്ട്. പെട്ടെന്ന് ലാസറിനൊരു രോഗം, ലാസറിന് രോഗം. അവൻ ലോകം വിട്ട് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. രോഗിയായി കിടന്നപ്പോ യേശുവിനെ വിളിച്ചു. യേശു അവിടെ എത്തിയില്ല. ഹല്ലേലൂയ. 4ാമത്തെ ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാ, നമുക്ക് ലാസർ ഉറങ്ങയാ ഉണർത്താൻ പോണം. ഇന്ന് രാത്രി ആത്മീക ഉറക്കം സംഭവിച്ച ദൈവവൈതലേ, ദൈവകൃപ നഷ്ടപ്പെട്ട ദൈവവൈതലേ, ഓ റിബലവ ഷൈഡമനഗദന, ചില വാക്കുകൾ മാത്രം അന്യഭാഷയുണ്ട്. എന്റെ കൃപയൊക്കെ എന്നെ വിട്ടുപോയി, എന്തോ സന്തോഷം എന്നെ വിട്ടുപോയി, എന്തോ സമാധാനം എന്നെ വിട്ടുപോയി. ആ പഴയ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നില്ല, പാടാൻ എനിക്ക് കഴിയുന്നില്ല, ആ സന്തോഷം എനിക്ക് വിട്ടുപോയി. ആത്മീക ഉറക്കം എന്റെ ജീവിതത്തിൽ വന്നുപോയി എന്നകത്ത് മാറപ്പെടുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി അതിശയമായ ദൈവം എന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ വന്നിരിക്കുക. കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഓ രാമല ഹംദരാധികര അടക വനകാരകര വൈഡമനവസ്യാരവ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവ കൃപകൾക്കായി, പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവ് 4ാമത്തെ ദിവസം ചെന്നപ്പോ ശിഷ്യന്മാര് പറയാ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ദേശക്കാര് കല്ലെറിഞ്ഞു. ഹല്ലേലൂയ.
ഇന്ന് ലാസറിനെ ഉണർത്താൻ പോകണമോ? കല്ലെറിഞ്ഞെങ്കിൽ ഉറപ്പാ വിടുതല്. ഞാൻ ചിന്തിക്കുക, ഒരിക്കെങ്കിലും കല്ലെറിയണം. ഒരു സ്വത്രം കൂടെ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ. കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബദാനിയിൽ എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവയാ. ബദാനിയെ ചിലരൊക്കെ കെട്ടപ്പെട്ട് കിടക്കുക, ഈ ദേശത്തിന് ചിലർ കെട്ടപ്പെട്ട് കിടക്കയാ. അതിശയമായ ദൈവം ഈ ദേശത്തിന്റെ മേലെ ഇറങ്ങട്ടെ. ആമേ. ചില കുടുംബങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അവൻ ഇവിടെ കർത്താവിന് സ്വത്രു യേശു കർത്താവ് ലാസറിന്റെ ഭവനത്തിൽ ചെന്നു. ബഥാന്യയുടെ അതിരിലെത്തിയപ്പോ ഹല്ലേലൂയ, ആമേൻ സ്വത്രം, മാർത്ത കാര്യങ്ങളല്ല യേശുവിനോട് പറയുക. എന്നിട്ട് യേശു കർത്താവ് ആമേൻ അവിടെ തന്നെ നിൽക്കുമ്പോ ഹല്ലേലൂയ, ആമേൻ സ്വത്രം, ആമേൻ മറിയ പറയാ, ആമേൻ യേശുവിനോട് സംസാരിക്കുക. യേശു കർത്താവ് ചോദിക്കുക, മറിയെ കണ്ടപ്പോ മാറി. ആമേൻ സ്വത്രം, ആമേൻ കൂടി നിന്ന ജനത്തോട് പറയും, എവിടാ വച്ചത്? എവിടാ വച്ചത് ലാസറിനെ? ഞാൻ സ്നേഹിക്കുന്ന കുടുംബത്തിലെ ആമേൻ സ്വത്ര ഹല്ലേലൂയ ഉടമസ്ഥനെ എവിടാ വച്ചത്? ആരാ ഒതുക്കിയേ? ആരാ കെട്ടിയേ? ഇന്ന് രാത്രി ആ കെട്ടഴിക്കാൻ പോവയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വ്യക്തിയെ പിന്മാറ്റത്തിലോട്ട് കൊണ്ടുപോയ ആ ബന്ധനത്തെ ഞാൻ അഴിക്കാൻ പോവയാ. ആ വ്യക്തിക്ക് ആത്മീക ഉറക്കം കൊടുത്ത ആ ശത്രുവിനെ തകർക്കാൻ പോവയാ. അതേ സഹോദരി, ഭർത്താവിന്റെ പിന്മാറ്റത്തിന് വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയാ, ആ പിന്മാറ്റത്തെ കർത്താവ് ചികിത്സിച്ച് കർത്താവ് മടക്കി കൊണ്ടുവരാൻ പോവയാ. ഇതുവരെ നീ അറിയിക്കാത്ത ആമൻ സ്വത്ര അർഹിക്കാത്ത ആമൻ നേരത്തെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സന്തോഷം മടക്കി തരാൻ പോവയാ. ഇന്ന് രാത്രി 2026 നീ ആമൻ സന്തോഷം അനുഭവിക്കേണ്ട വർഷമാ. എന്റെ ദൈവത്തിന്റെ നാമം അതിശയമോ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവിന് സ്വത്രം. യേശു കർത്താവ് കല്ലറയ്ക്കൽ ചെന്നു. ആമൻ ലാസറിനെ ശക്തിയോടെ വിളിക്കുക, ലാസറേ. കർത്താവ് പ്രാർത്ഥിച്ച ശേഷം യേശു കർത്താവ് പ്രാർത്ഥിക്കുക, കർത്താവേ, നീ മുന്നേ തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഈ ജനം കേൾക്കേണ്ടതിന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുക. ആമേൻ സ്വത്രം എന്ന് പ്രാർത്ഥിച്ചിട്ട് ലാസറോട്, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. അകത്തിരുന്ന ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വരിക. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുക, കെട്ടപ്പെട്ട ലാസർ കെട്ടഴിഞ്ഞു വന്നെങ്കിൽ ജനത്തിന് മനസ്സിലാകത്തില്ലായിരുന്നു. കെട്ടപ്പെട്ടവനായി പുറത്തു വന്നപ്പോ കർത്താവ് പറയാ, അഴിക്ക് കെട്ട്. ലാസറിനെ സ്പർശിച്ചു നോക്കയാ, കെട്ടിനെ അഴിച്ചു നോക്കയാ. ദൈവത്തിന്റെ മഹത്വം ലാസർ മാത്രമല്ല, കൂടി നിന്നവർ മാത്രമല്ല, അതിലുപരി കെട്ടഴിച്ചവർ, ലാസറിനെ തൊട്ടു നോക്കിയവർ, തൊട്ടറിഞ്ഞവർ അനുഭവിക്കുക. ലാസർ ഹല്ലേലൂയ. യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയുക, നിന്റെ ജീവിതത്തെ ബന്ധിച്ച് കെട്ടി ഒതുക്കിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ശുശ്രൂഷ മണ്ഡലത്തെ കെട്ടി അവൻ മുന്നോട്ട് പോകാൻ കഴിയാതെ ബലഹീന വശത്തെ അകത്തു കൊണ്ടിട്ട് ബലഹീനതയായിട്ട് രോഗത്തിന്റെ ശക്തിയെ കടത്തിവിട്ട് ശത്രു ശുശ്രൂഷയ്ക്കെതിരെ എഴുന്നേറ്റുവെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ വിളിച്ചു പറയുക, ആ ബന്ധത്തിന്റെ കർത്താവ് അഴിക്കാൻ പോവുക. അന്യഭാഷകളുടെ ദൈവജന ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോട്ട് ആത്മാവിന്റെ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ കരുണകൾക്കായി നന്ദിയോടെ സ്വത്ര കരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ലാസർ കെട്ടപ്പെട്ടവനല്ല. ഇന്ന് രാത്രി ദൈവ പൈതൽ നീ കെട്ടപ്പെട്ട വ്യക്തിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകൾ അനുഭവിച്ച കെട്ട്, ഇന്നലകൾ അനുഭവിച്ച ഭാരം, ഇന്നലകൾ അനുഭവിച്ച ദുഃഖം. പാട്ടുകാരൻ പറയുക, ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഉയർത്തുകയായിരുന്നു. അത് ദൈവമേ, ഇന്നലത്തെ വേദന, ഇന്നലെ അനുഭവിച്ച ദുഃഖം നിന്നെ തകർക്കാനല്ല, യേശുവിന്റെ
യേശുവിന്റെ സ്നേഹം എന്തെന്ന് വിളിച്ചറിയിക്കുവാൻ, യേശു ആരെന്ന് വിളിച്ചറിയിക്കുവാൻ, യേശുവിന്റെ പ്രവൃത്തി എന്തെന്ന് വിളിച്ചറിയിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധനാ വിളിച്ചു പറയാ. കാലിൽ നിന്ന് തലവരെ ഇഴഞ്ഞു കയറുന്ന ഒരു പെരുപ്പ് ഷൂട്ടാമന, ഇഴഞ്ഞു കയറുന്ന ഒരു ആമൻ സ്വത്രം ഈരുളിന്റെ ശക്തി ഇന്ന് രാത്രി ആ ശരീരം വിട്ടഴിയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ശരീരത്തെ ബന്ധിച്ച് വർഷങ്ങളായി കെട്ടിയൊതുക്കി ദുസ്വപ്നത്തെ കൊണ്ടിട്ട് ഭയപ്പെടുത്തുന്ന അന്ധകാരത്തിന്റെ ആവി ഷൂട്ടാമല അതനാധികമന അന്തരോധികരഘടക യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിക്കായി. ഹല്ലേലൂയ. ചിന്തിക്കും കർത്താവേ, ഞാൻ എവിടെ പോയ, എവിടെ ചെന്നൊരു നേർച്ചയിട്ട, എവിടെ ചെന്ന് ഒരു പൊരുത്തന പണ്ണിനാണ്, എവിടെ ചെന്നൊന്ന് കഞ്ഞി വീത്തിയ, എവിടെ ചെന്നൊന്ന് മെഴുകുതിരി കത്തിച്ച സൗഖ്യം കിട്ടും. എല്ലാ ദൈവം ഇതല്ലേ യേശു കർത്താവ് പറയാ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു തന്നെ. ഹല്ലേലൂയ. ആ യേശു മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ശരീരത്തിന്റെ മേൽ മൂക്കിൽ ഊതിക്കയറ്റിയ ആ ശ്വാസവും യേശു തന്നെ. ശക്തിയോട് സ്വത്രം പറഞ്ഞേ. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. എല്ലാ മനുഷ്യനെയും ഒന്നുപോലെ ഉണ്ടാക്കിയില്ല. ഞാൻ കൂടെ ചിന്തിക്കാറുണ്ട്, ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ കർത്താവ് ഒന്നായിട്ടുണ്ടാക്കി. ഹല്ലേലൂയ. വാരിയെല്ലിനെ ഊരി ഹൗവയായിട്ട് കർത്താവ് സൃഷ്ടിച്ചു. ആമൻ. പക്ഷെ എല്ലാവരും ഒന്നുപോലെ ആയിരുന്നെങ്കിൽ അന്നമ്മയും പൊന്നമ്മയും ചിന്നമ്മയും മറിയമ്മയും ഒന്നും എന്ത് ചെയ്യത്തില്ല. ചിലപ്പോ രണ്ടുപേരും മൂന്നുപേരും ഒന്നായിരുന്നാലും എവിടെയെങ്കിലും ഒരു പുള്ളിയെങ്കിലും കാണും. ഇങ്ങനെ സ്വത്രം പറഞ്ഞേ. ഒരിക്കൽ കൂടെ പറഞ്ഞേ. കർത്താവ് ഒന്നുപോലെ ആക്കിയെങ്കിൽ ആളെന്ത് ചെയ്തേനെ? ആമൻ സ്വത്രം തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അടയാളം കർത്താവ് ഇവിടെ വച്ചേക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മനുഷ്യൻ ദൈവം ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവൻ ശ്വാസം ഊതിയിട്ട് പറഞ്ഞു, എന്റെ വലത്തുഭാഗത്തുള്ള ഓമന കുമാരനെ മനുഷ്യ നിനക്ക് വേണ്ടി ഞാൻ സമ്മാനിക്കാൻ പോയാ. അവന്റെ നാമം ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേല. അതുകൊണ്ട് അത് യേശുവാ. ആദമിനെ സൃഷ്ടിച്ചിട്ട് ആ യേശുവിന്റെ നാമത്തെ അകത്തങ്ങ് ഊതിക്കേറ്റി ശ്വസിച്ചു പോകുന്നു. ശ്വസിക്കുമ്പോ എന്താ വരുന്നേ? താഴോട്ട് വലിച്ചിട്ട് മേലോട്ട് വിടരുത്, മേലോട്ട് വലിച്ചിട്ട് താഴോട്ട് വിടണം. ചിലരൊക്കെ താഴോട്ട് വലിച്ചിട്ട് എങ്ങോട്ട് വിടുന്നേ? വിണ്ട ആമൻ സ്വത്രം മേലോട്ട് വലിച്ചിട്ട് എല്ലാവരും ഒന്ന് വിട്ടേ. സഹോദരന്മാരൊക്കെ ഒന്ന്. ഹല്ലേലൂയ. മേലോട്ടൊന്ന് ശ്വാസത്തെ വലിച്ചിട്ട് താഴോട്ട് വിടുമ്പോ എന്താ പറയുന്നേ? വണ്ടി ഓട്ടിക്കുമ്പോ യേശു, പ്ലെയിൻ ഓട്ടിക്കുമ്പോ യേശു, ട്രെയിൻ ഓട്ടിക്കുമ്പോ യേശു. ഹല്ലേലൂയ. കപ്പൽ ഓട്ടിക്കുമ്പോ യേശു, പാവം ചെയ്യുമ്പോഴും യേശു. ഹല്ലേലൂയ. സന്തോഷമായിരിക്കുമ്പോഴും യേശു, സുഖമായിരിക്കുമ്പോഴും യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ കടനിമിത്തം എന്ത് ചെയ്യണമെന്ന് ആദ്യം പിടിക്കുന്ന സഹോദര, നിന്റെ ശ്വാസത്തിൽ യേശുവുണ്ട്. ശ്വാസത്തിന്റെ മേൽ ആ യേശു അഭിഷേകത്തിന്റെ മേൽ ഇന്ന് രാത്രി അതിശയം ചെയ്യാൻ പോവുകയാ. ശക്തിയോടെ ഒരു സ്വത്രം പറഞ്ഞേ. ഒരിക്കൽ കൂടെ സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ നാമം അതിശയമാ. ഈ അതിശയം എന്ന നാമം ദൈവപദത്തിന്റെ ബന്ധനത്തെ അഴിക്കാൻ പോവയാ. എന്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ പോവയാ. ആമേൻ സ്വത്രം. ഇന്നലത്തെ അനുഭവമല്ല, നേരത്തേക്കുള്ള അനുഭവം கிடையாது. ഇന്നക്ക് ഒരു വ്യത്യസ്തമായി. നാളെ കാലയില எழும்பும்போது ஏதோ ஒரு வித்தியாசமா இருக்கு. இன்னைக்கு நைட்ல வீட்டுக்கு போகும்போது ஏதோ ஒரு வித்தியாசம். என் இதயத்துக்குள்ள ஏதோ ஒன்று வந்திருக்கு. அந்த வந்தது இந்த அதிசயம் தான். ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ട് പോകുമ്പോ ഈ അതിശയം കൂടെ വരാൻ പോവയാ. ബാക്കിൽ നിന്ന് വന്നിട്ട് പറയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കുന്നത് എന്താ? ഈ അതിശയമാ. ഉനക്കാக நான் என்ன செய்யணும்? ഹല്ലേലൂയ. ആമേൻ സ്വത്രം. ഹല്ലേലൂയ. സംഗീതം 23-ാമത് വചനം 6-ാമത് വചനം വാസിക്കുമ്പോൾ, നന്മയും കിരുബയും നീടിച്ച നാളായി ഉന്നെ പിന്തുടരും. ഹല്ലേലൂയ. അതിശയം പിന്നിൽ നിന്ന് വന്നിട്ട് പറയാ, ഞാൻ ഉനക്ക് എന്നെ ചെയ്യണോ? പിന്നാടി വരുന്നത് അതിശയമായി. ഇന്ന് രാത്രി പരിശുദ്ധന്മാരെ ഈ ആമേൻ സ്വത്രം മൈതാനം വിട്ടു പോകുമ്പോ ഈ അതിശയം നിന്റെ പിന്നെ വരാൻ പോവയാ. സ്വാഗതം ചെയ്ത് വീട്ടിലിരുത്തിക്കോണം. ഒരു സ്വത്രം പറഞ്ഞേ.